പാമ്പിനെ സ്വപ്നം കണ്ടാൽ മൃഗങ്ങളും സ്വപ്ന വ്യാഖ്യാനവും എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില മൃഗങ്ങളെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ചും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഒരു മനുഷ്യൻ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഉറക്കത്തിൽ കാണുന്നത്? ചിലപ്പോൾ മനോഹരമായ മനസ്സിന് കുളിർമയേകുന്ന എത്രയെത്ര സ്വപ്നങ്ങളായിരിക്കും കാണുന്നത്. മറ്റു ചിലപ്പോഴോ ഭയപ്പെടുത്തുന്നതും ആശങ്ക നിറയ്ക്കുന്നതുമായിരിക്കും. എന്തെങ്കിലും സംഭവങ്ങളോ ആളുകളോ ഒക്കെയും സ്വപ്നത്തിൽ വന്നു പോകാറുണ്ട്. പക്ഷേ നമ്മുടെ സ്വപ്നത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ടിട്ടുണ്ടാകും. പലരും പല കാലത്തും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് രസകരമായ പല കാര്യങ്ങളും പറഞ്ഞും എഴുതിയും ഒക്കെ നമുക്ക് അറിവുണ്ട്. എന്നാൽ മൃഗങ്ങളെ സ്വപ്നം കണ്ടാൽ ഉണ്ടാകുന്ന ചില ഫലങ്ങളെക്കുറിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാം. സ്വപ്നത്തിൽ പാമ്പിനെ കണ്ടാൽ പാമ്പുകൾ പലപ്പോഴും പരിവർത്തനം, രോഗശാന്തി, പുനർജന്മം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നത് പഴയ ശീലങ്ങളോ വിശ്വാസങ്ങളോ ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായം സ്വീകരിക്കാനുള്ള സമയമായി എന്നതിൻ്റെ സൂചന തന്നെയാണ്. പക്ഷികളെ സ്വപ്നം കണ്ടാൽ പക്ഷികളെ സ്വപ്നം കാണുന്നത് സ്വാതന്ത്ര്യം, പ്രചോദനം, ആശയവിനിമയം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. പക്ഷികളുടെ തരം അനുസരിച്ച് അത് വ്യത്യസ്ത കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഉദാഹരണത്തിന് പറയുന്ന കഴുകനെ സ്വപ്നം കണ്ടാൽ അഭിലാഷത്തെയും ആഗ്രഹത്തെയും സൂചിപ്പിക്കാം. അതേസമയം ചിലയ്ക്കുന്ന പക്ഷിയെ സ്വപ്നം കണ്ടാൽ പുതിയ തുടക്കങ്ങളെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. പൂച്ചകളെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പൂച്ചയെ കാണുന്നത് സ്വാതന്ത്ര്യം, നിഗൂഢത അല്ലെങ്കിൽ അവബോധനം എന്നിവയെ സൂചിപ്പിക്കുന്നു. പൂച്ചകൾ അവയുടെ നിഗൂഢവും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ സ്വഭാവത്തിന് പേര് കേട്ടത് തന്നെയാണ്. കുതിരയെ സ്വപ്നം കാണുന്നത് ശക്തി, സ്വാതന്ത്ര്യം എന്നിവയൊക്കെ കാണിക്കുന്നു. തടസ്സങ്ങളെ മറികടന്ന് ദൃഢനിശ്ചയത്തോടെയും കൃപയോടെയും കൂടി നിങ്ങൾ സ്വപ്നങ്ങളെ പിന്തുടരുവാനുള്ള കഴിവിനെ പ്രതീകമാക്കുന്ന ഗാംഭീര്യമുള്ള ജീവികളാണ് കുതിരകൾ. നിങ്ങൾ ആ ഒരു കുതിരപ്പുറത്ത് കയറുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്കുള്ള ശരിയായ പാതയിലൂടെയാണ് എന്നതിൻ്റെ സൂചന തന്നെയായിരിക്കും. മത്സ്യത്തെ സ്വപ്നം കണ്ടാൽ സ്വപ്നങ്ങളിലെ മത്സ്യങ്ങൾ പലപ്പോഴും വികാരങ്ങൾ, അവബോധം, ആത്മീയത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വപ്നത്തിൻ്റെ സന്ദർഭത്തെ ആശ്രയിച്ച് തെളിഞ്ഞ വെള്ളത്തിൽ നീന്തുന്ന മത്സ്യത്തെ സ്വപ്നം കാണുന്നത് വൈകാരിക വ്യക്തിയെയും സമാധാനത്തെയും പ്രതീകപ്പെടുത്തിയേക്കാം. അതേസമയം ചെളിവെള്ളത്തിൽ കുടുങ്ങിയ മത്സ്യത്തെ കാണുന്നത് ആശയക്കുഴപ്പത്തിൻ്റെയോ അനിശ്ചിതത്വത്തിൻ്റെയോ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ചിത്രശലഭങ്ങൾ പരിവർത്തനത്തിൻ്റെയും വളർച്ചയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു ചിത്രശലഭത്തെ കാണുന്നത് നിങ്ങൾ മാറ്റത്തിൻ്റെയും വ്യക്തിപരമായ വളർച്ചയുടെയും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് അർത്ഥമാക്കുന്നു. പരിവർത്തന പ്രക്രിയയെ സ്വീകരിക്കുന്നതും നിങ്ങൾ മനോഹരവും പുതിയതുമായ ഒന്നായി പരിണമിക്കുന്നു എന്നാണ് വിശ്വസിക്കുകയും ചെയ്യുക. ചിലന്തികൾ സ്വപ്നങ്ങളിലെ ചിലന്തികൾക്ക് സർഗാത്മകതയെയും ക്ഷമയെയും നിങ്ങളുടെ സ്വന്തം വിധി നെയ്യുന്നതിനെയും പ്രതീകപ്പെടുത്തുവാൻ കഴിയും. ചിലന്തികളെ ഭയപ്പെടുത്തുന്നതായി തോന്നുമെങ്കിലും നിങ്ങളുടെ സ്വപ്നത്തിൽ ചിലന്തിയെ കാണുന്നത് നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾ ഉപയോഗപ്പെടുത്താനും ജീവിതത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കാനുമായുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ആയിരിക്കും. ഒരു ചിലന്തി വല നെയ്യുന്നത് പോലെ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. സിംഹത്തെ സ്വപ്നം കാണുന്നത് പലപ്പോഴും ധൈര്യത്തെയും ശക്തിയെയും നേതൃത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. സിംഹങ്ങൾ കാട്ടിലെ രാജാക്കന്മാർ ആണ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ ഒരു സിംഹത്തെ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ സ്വീകരിച്ച് ഉയർന്ന് നിൽക്കുന്നതിൻ്റെ സൂചന തന്നെയാണ്.